നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. ടൂർണമെന്റ് പ്ലേ ഓഫിലേക്ക് അടുക്കവേ പോരാട്ടം ഇഞ്ചോടിഞ്ചാണെന്ന് തന്നെ പറയാം. ഇത്തവണ ആദ്യ പാദത്തിൽ പതറിയ മുംബൈ രണ്ടാം പാദത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതാണ് കാണാനാകുന്നത്. പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയരാൻ മുൻ ചാമ്പ്യന്മാർക്ക് സാധിച്ചിരിക്കുകയാണ്. അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിനാണ് മുംബൈ തോൽപ്പിച്ചത്. 26 പന്തുകൾ ബാക്കിയാക്കിയാണ് ഹൈദരാബാദിനെ അവരുടെ തട്ടകത്തിൽ മുംബൈ തകർത്തുവിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 8 വിക്കറ്റിന് 143 റൺസ് എടുത്തപ്പോൾ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ബാറ്റിംഗ് മികവിലാണ് മുംബൈ ജയിച്ചു കയറിയത്. പേരുകേട്ട ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിര വലിയ തകർച്ചയാണ് നേരിട്ടത്. 35 റൺസിനിടെ 5 വിക്കറ്റുകളാണ് ഹൈദരാബാദിന് നഷ്ടമായത്. ഇതിൽ ഇഷാൻ കിഷന്റെ പുറത്താകൽ വലിയ വിവാദമായിരുന്നു. മൂന്നാമനായി ക്രീസിലെത്തിയ ഇഷാൻ ദീപക് ചാഹറിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. ലെഗ് സൈഡിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ച ഇഷാൻ മടങ്ങുകയായിരുന്നു. എന്നാൽ മുംബൈ താരങ്ങൾ അപ്പീൽ ചെയ്യാതെ തന്നെ ഇഷാന്റെ വിക്കറ്റ് അമ്പയർ വിളിക്കുകയായിരുന്നു. റിവ്യൂ ചെയ്യാൻ തയ്യാറാകാതെ ഇഷാൻ കളം വിടുകയും ചെയ്തു. ഇത് ഒത്തുകളിയാണെന്ന തരത്തിൽ വലിയ വിമർശനമാണ് ഇഷാനെതിരെ ഉയർന്നത്. മുൻ മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ അംബാനിയോട് നന്ദി കാട്ടിയതാണോ എന്നാണ് ആരാധകർ പരിഹസിക്കുന്നത്. അപ്പീൽ പോലും ചെയ്യാതെ അമ്പയർ ഔട്ട് വിളിച്ചു എന്നതാണ് വിചിത്രമായ കാര്യം. ആദ്യം വൈഡിനായി കൈനീട്ടിയ അമ്പയർ പെട്ടെന്ന് ഔട്ട് വിധിക്കുകയായിരുന്നു. ആശയക്കുഴപ്പം അമ്പയറുടെ വിധിയിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ റിവ്യൂ ചെയ്യാൻ ഇഷാൻ തയ്യാറാകാതെ ഇരുന്നതാണ് വലിയ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. ഇഷാനെതിരെ ഒത്തുകളി ആരോപണങ്ങളടക്കം ഉയരവേ ഇഷാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അംബാട്ടി റായിഡു. സംഭവിക്കാവുന്ന ആശയക്കുഴപ്പം മാത്രമാണിതെന്നാണ് അംബാട്ടി റായിഡു പറയുന്നത്. അൾട്രാ എഡ്ജിന്റെ കാര്യത്തിൽ ചില പിഴവ് സംഭവിച്ചു. ബാറ്റിൽ ടച്ചില്ലാതെ ഒരു ബാറ്റർ പുറത്താവുക എന്നത് വിചിത്രമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇഷാൻ കരുതിയത് ബാറ്റിൽ പന്ത് കൊണ്ടിട്ടുണ്ട് എന്നതാണ്. പാഡിലും ബാറ്റിലും പന്ത് തട്ടി എന്നാണ് ഇഷാൻ കരുതിയത്. ഇതാണ് ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇത് ഇഷാന് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, റിവ്യൂ ഇല്ലാതെ തന്നെ പരിശോധിക്കാമായിരുന്നു. സാങ്കേതികമായ പിഴവുകളാണ് ഇഷാന്റെ പുറത്താകലിന് കാരണം. ജിയോ ഹോട്ട്സ്റ്റാറിൽ സംസാരിക്കവേ റായിഡു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ഇഷാൻ സഹതാരത്തോട് ചർച്ച പോലും ചെയ്യാതെ വിക്കറ്റിൽ നിന്ന് ഉറപ്പിച്ച ക്രീസ് വിടുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന് സംഭവിച്ച വലിയ പിഴവായിട്ട് തന്നെ പറയാം. പ്രത്യേകിച്ച് ഗൗരവമായ ഒരു ചുമതല വഹിക്കുന്ന ബാറ്റർ എന്ന നിലയിൽ ഇഷാന്റെ മടങ്ങിപ്പോക്ക് ടീമിനെ തന്നെ സാരമായി ബാധിക്കുമെന്നും ഇഷാൻ അറിയാമായിരുന്നു. ടീമിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടക്കത്തിലെ മടങ്ങിയതിനാൽ തന്നെ ഇഷാൻ തന്റെ വിക്കറ്റ് റിവ്യൂ ചെയ്യണമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇഷാൻ ഇതിന് തയ്യാറാകാത്തതിന് തന്റെ മോശം ഫോം കാരണമായി എന്ന് പറയാം. ആദ്യ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം ഇഷാൻ കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈക്കെതിരെ റിവ്യൂ ചെയ്യാൻ ഇഷാന് ധൈര്യമുണ്ടായിരുന്നില്ല. മോശം ഫോമിലായതിനാൽ തന്നെ റിവ്യൂ കൂടി പാഴാക്കിയാൽ അത് ടീമിനെ കൂടുതലും ബാധിക്കുകയും വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും.